മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന്റെ പാതയിലാണെങ്കിലും ഇനിയുമുണ്ട് ആവശ്യങ്ങളേറെ. റെയിൽവേ സ്റ്റേഷൻ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ മൺട്രോത്തുരുത്തിന്റെ ടൂറിസം വളർച്ചയ്ക്കും വലിയ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. 2 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും മൺട്രോത്തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ കാടുമൂടിയ നിലയിൽ. കഴിഞ്ഞ ജനുവരിയിലാണ് തിരുവനന്തപുരം ഡിവിഷൻ ഹാൾട്ട് സ്റ്റേഷനായ മൺട്രോത്തുരുത്തിന് പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടുന്നതുൾപ്പെടെയുള്ള വികസനങ്ങൾ പ്രഖ്യാപിച്ചത്. എന്നാൽ പരിസരത്തെ കാട് നീക്കം ചെയ്യാൻ പോലും ഫലപ്രദമായ നടപടികൾ റെയിൽവേയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. മേൽപ്പാലത്തിന്റെ വികസനമാണ് നടക്കേണ്ടത്. അതിനും കൊടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഫലമായിട്ട് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, തുക അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ പണി തുടങ്ങിക്കഴിയുകയും ചെയ്തു. അതും എത്രയും വേഗം പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരാഴ്ച മുമ്പ് കുറച്ചു ഭാഗത്ത് കളനാശിനി അടിച്ചെങ്കിലും ശക്തമായ മഴയിൽ കാട് പൂർണ്ണമായും നശിക്കില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. മൺട്രോത്തുരുത്ത് സ്റ്റേഷനോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് എംപി പ്രതിഷേധിച്ചിരുന്നു. തുടർന്നാണ് 1.82 കോടി രൂപയുടെ വികസനത്തിന് തിരുവനന്തപുരം ഡിവിഷൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. പ്ലാറ്റ്ഫോമുകളുടെ നീളം വർദ്ധിപ്പിക്കാൻ 86 ലക്ഷം, ഫുട് ഓവർ ബ്രിഡ്ജിന് 22 ലക്ഷം, 2ാം പ്ലാറ്റ്ഫോമിൽ മേൽക്കൂര നിർമ്മാണത്തിന് 44 ലക്ഷം, പ്ലാറ്റ്ഫോമുകളിൽ ഗ്രാനൈറ്റ് വാങ്ങുന്നതിനും പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിനും 30 ലക്ഷം എന്നിങ്ങനെയായിരുന്നു എസ്റ്റിമേറ്റ്. കോവിഡിന് മുമ്പുണ്ടായിരുന്ന പല ട്രെയിനുകളും ഇപ്പോൾ മൺട്രോത്തുരുത്തിൽ നിർത്തുന്നില്ല. കൊല്ലത്ത് നിന്ന് പുറപ്പെടുന്ന കോട്ടയം മെമു, ഇന്റർസിറ്റി, പാലരുവി എന്നിവ മാത്രമാണ് ഇപ്പോൾ മൺട്രോത്തുരുത്തിൽ നിർത്തുന്നത്. മുൻപുണ്ടായിരുന്ന നാഗർകോവിൽ കോട്ടയം പാസഞ്ചറിന്റെ സ്റ്റോപ്പ് പുനഃസ്ഥാപിക്കണമെന്നും ഏറനാട് എക്സ്പ്രസ്, മാവേലി എക്സ്പ്രസ് എന്നിവയ്ക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നുമാണ് യാത്രക്കാരുടെ ആവശ്യം. ഇതിനായി ഒട്ടനവധി തവണ മൺട്രോത്തുരുത്ത് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ളവർ അപേക്ഷ നൽകിയെങ്കിലും റെയിൽവേ അവഗണിക്കുകയാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടണമെങ്കിൽ അടിയന്തരമായിട്ട് അതിനുള്ള അതായത് റെയിൽവേ സ്റ്റേഷന് ഇരുവശങ്ങളുമായി 2 പാലങ്ങളുണ്ട്. ആ പാലങ്ങൾ കാരണം ഈ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം നീളം കുറവായതുകൊണ്ട് മലബാർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ സ്റ്റോപ്പ് നിർത്തലാക്കേണ്ടി വന്നതും ഈ 2 പാലങ്ങളുടെ ഇടയിൽ ഈ ട്രെയിൻ വന്ന് നിൽക്കുന്നതും അതിൻ്റെ ബോഗികൾ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. അത് അപകടം വരുത്തും എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ സ്റ്റോപ്പ് നിർത്തലാക്കിയത്. അപ്പോൾ മലബാർ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള ട്രെയിനുകളുടെ സ്റ്റോപ്പ് അനുവദിപ്പിക്കണമെങ്കിൽ, ഇനി വീണ്ടും പുനഃസ്ഥാപിക്കണമെങ്കിൽ അടിയന്തരമായിട്ട് പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടണം. അതാണ് ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം ഈ സിഗ്നൽ സ്റ്റേഷൻ, ഇത് ഹാൾട്ട് സ്റ്റേഷൻ മാറ്റി സിഗ്നൽ സ്റ്റേഷൻ ആക്കുകയും കൂടാം. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.